നമസ്കാരം. നിലവിലുണ്ടായിരിക്കുന്ന പ്രകാശ് ജാവദേക്കറുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചയിലെ വിവാദങ്ങളിൽ മനസ്സ് തുറക്കുകയായിരുന്നു ഇ.പി. ജയരാജൻ 24നോട്. ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ അതെല്ലാം സംഘടിതമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. തനിക്കും പാർട്ടിക്കും LDF-നുമെതിരായ സംഘടിത ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത്. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരൊക്കെയുണ്ട് എന്നുള്ളത് വ്യക്തമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ തളർത്തില്ല. ഒപ്പം മുഖ്യമന്ത്രി നടത്തിയ പരാമർശം തെരഞ്ഞെടുപ്പ് ദിനത്തിന്റെ അന്ന് തന്നെ എന്തുകൊണ്ട് ഈ വെളിപ്പെടുത്തൽ നടത്തി, അതിലെല്ലാം അദ്ദേഹം വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിന്റെ വിശദാംശത്തിലേക്ക് എത്തും. ഒപ്പം സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൂര്യാഘാതമേറ്റ് പാലക്കാട്ട് ഒരു മരണം സംഭവിച്ചത് ആശങ്ക ഏറ്റുന്നു. ഇതാദ്യമായാണ് സംസ്ഥാനത്ത് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നത്. കൊല്ലത്തും തൃശൂരിലും ഉഷ്ണതരംഗം മുന്നറിയിപ്പുമുണ്ട്. വിവിധ ജില്ലകളിൽ താപനില ഗണ്യമായി ഉയരും എന്നുള്ളതാണ് ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. വിദ്വേഷ പരാമർശം ഇന്നും ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി. ഇന്ന് കർണാടകയിലായിരുന്നു പരാമർശം. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നമ്മൾ പോകുന്നത് സംസ്ഥാനത്തെ കൊടും ചൂടുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക്. ജീവനെടുത്ത് കൊടും ചൂട്. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് വീണ്ടും മരണം സംഭവിച്ചിരിക്കുന്നുവെന്ന ഏറ്റവും പുതിയ വാർത്തയാണുള്ളത്. പാലക്കാട് എലപ്പുള്ളി സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത്. കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സൂര്യാഘാതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമായത്. നിഖിൽ പ്രമേഷ് വിശദാംശവുമായി. നിഖിൽ, ഈ മരണമുണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. പക്ഷേ സൂര്യാഘാതമാണ് മരണകാരണം എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയാണല്ലോ പുറത്തു വരുന്നത്. കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, തീർച്ചയായും ആശങ്കപ്പെടേണ്ടുന്ന വാർത്ത തന്നെയാണ്. കാരണം പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗം നിലനിൽക്കുന്നത് കൊല്ലുന്ന ചൂടായി മാറുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഒരാഴ്ചക്കിടെ മരിക്കുന്ന മൂന്നാമത്തെ ആളാണിത്. ഒരാൾ സൂര്യാഘാതമേറ്റും, രണ്ടുപേർ ഇപ്പോൾ സൂര്യാഘാതമേറ്റും, ഒരാൾ നിർജ്ജലീകരണം മൂലവുമാണ് മരിച്ചത്. അങ്ങനെ ആകെ മരിച്ചവരുടെ എണ്ണം 3 മാറുകയാണ്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസമാണ് ഉഷ്ണതരംഗം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിക്കുന്നത്. ജില്ലയിലെ എല്ലാ വെതർ സ്റ്റേഷനുകളിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം 41 ഡിഗ്രിക്ക് മുകളിലാണ് ജില്ലയിലെ താപനില. അത് കൂടുകയുള്ളൂ. അതായത് എല്ലായിടങ്ങളിലും 41 ഡിഗ്രിക്ക് മുകളിലാണ് ചൂട്. എവിടെയും അതിൽ കുറവ് രേഖപ്പെടുത്തുന്നില്ല. ഇത് ഏതാനും ദിവസങ്ങൾ കൂടി സമാനമായിട്ടുള്ള സാഹചര്യം തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യം തന്നെയാണ്. ഇതിപ്പോൾ മരിച്ചത് എലപ്പുള്ളി സ്വദേശിനിയായിട്ടുള്ള ലക്ഷ്മി എന്ന 90 വയസ്സുള്ള അമ്മയാണ്. അവർ കനാലിൽ വീണ് കിടക്കുന്ന നിലയിൽ അവരെ കാണുകയായിരുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് ഇത് സൂര്യാഘാതമേറ്റുള്ള മരണമാണ് എന്ന് മനസ്സിലാവുന്നത്. അവരുടെ സംസ്കാര നടപടികളെല്ലാം ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇതുകൂടാതെ നേരത്തെ നിർജ്ജലീകരണം മൂലം അട്ടപ്പാടിയിൽ ഒരാൾ മരിച്ചിരുന്നു. എന്തായാലും ചൂട് ഇങ്ങനെ ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പുറത്ത് പണിയെടുക്കുന്ന ആളുകളൊക്കെ, പ്രത്യേകിച്ച് പകൽ സമയങ്ങളിൽ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയൊക്കെ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടവും ആരോഗ്യ വിഭാഗവും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. അനുജ, നിഖിലിന് ഇപ്പോൾ ഈ ഉഷ്ണതരംഗമൊക്കെ നിഖിലിന് അത് ഏത് തരത്തിലേക്കാണ് അനുഭവപ്പെടുന്നത്? കാരണം നമ്മളിത് ആദ്യമായാണ് സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ജില്ലയിൽ ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ നല്ല ചൂടുണ്ടായിരുന്നു. അതിനേക്കാൾ അപ്പുറത്തേക്ക് അതിന്റെ തീവ്രത നിഖിലിനൊക്കെ അനുഭവപ്പെടാൻ കഴിയുന്നുണ്ടോ? ഉറപ്പായും അനുജ, തീർച്ചയായും അനുഭവപ്പെടും. നമ്മൾ രാവിലെ 7 മണിക്ക് ആണെന്ന് നമ്മൾ മോർണിംഗ് ഷോയിൽ ഈ ചൂടുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ശരീരം ഈ ചൂട് കാരണം നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കുകയാണ്, വേർത്തിങ്ങനെ കുളിക്കുകയാണ്. അതാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരു നിമിഷം പോലും വെയിലത്ത് നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം. എത്ര അത്യാവശ്യ കാര്യമാണെങ്കിലും ഒരു മിനിറ്റ് സമയം പോലും. ഇപ്പോൾ ഞാൻ ഈ ലൈവ് നൽകാൻ വേണ്ടി നിൽക്കുന്നത് ഒരു മരത്തിൻ്റെ ഒരു തണലുള്ള ഒരു ഭാഗത്താണ്. കാരണം അതല്ലാതെ നമുക്കിവിടെ നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ആ തരത്തിലുള്ള ചൂടാണ് എല്ലായിടത്തും അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ആളുകൾ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ കുടയെടുത്തും വെള്ളം കരുതിയും ഒക്കെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ പറഞ്ഞ പോലെ പാലക്കാട് ഒരു കാർഷിക ജില്ലയാണ്. നമുക്കറിയാം, ഈ കൃഷിയിടങ്ങളിലും മറ്റും ജോലി ചെയ്യുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ഈ തെരുവിലിരുന്ന് കച്ചവടം നടത്തുന്ന ആളുകൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. നമ്മൾ ഇന്ന് രാവിലെ ഓട്ടോക്കാരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന കാര്യമുണ്ട്, ഞങ്ങൾ 10 മണിക്ക് ശേഷം ഓടുന്നില്ല, ഓട്ടോ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി
കൊണ്ടുപോയിടുന്നു, ഫാനിന് ചുവട്ടിലിരിക്കുന്നു. അതാണ് അവരുടെ അവസ്ഥ. അവർക്ക് ഓടിയില്ലെങ്കിൽ അവർക്ക് വരുമാനം കിട്ടില്ല. പക്ഷേ അവർക്ക് നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം ചൂട് കാരണം ആളുകൾ പുറത്തേക്കും ഇറങ്ങുന്നില്ല, ഓട്ടവും ഇല്ല. ഇനി ഓട്ടം കിട്ടുന്ന ആളുകളാണെങ്കിൽ പരാതി പറയുകയും അവരുടെ വിഷമം അറിയിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അതാണ് ജില്ലയിലെ സാഹചര്യം. 2016-ലും 19-ലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിലും ജില്ലയിൽ സ്ഥിരീകരിച്ചിരുന്നില്ല. എന്നാൽ ഈ വർഷം അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഏതാനും ദിവസം കൂടി ഇത് തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതാണ് വരും ദിവസങ്ങളിലും കടുത്ത ചൂട് തുടരുമെന്നുള്ളതാണ്. നിഖിൽ, ഏതായാലും ശ്രദ്ധിക്കുക, ജലം കുടിക്കുക, അതുപോലെ തന്നെ തുറന്ന വെയിലൊക്കെ ഉള്ളപ്പോൾ കൂടുതൽ സമയം വെളിയിൽ നിൽക്കാതിരിക്കുക. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. സംസ്ഥാനത്തെ കൊടും ചൂടുമായി ബന്ധപ്പെട്ട വാർത്തയിൽ തന്നെ നമ്മൾ തുടരുകയാണ്. ഇതിനോടകം തന്നെ പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ കൊല്ലം, തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ്. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. അലക്സ്, സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു ജില്ലയിൽ, അതായത് പാലക്കാട്ട്, ഉഷ്ണതരംഗം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനിയും 2 ജില്ലകളിലേത് എന്ന തരത്തിലേക്കാണോ ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്? സമാന സ്ഥിതിയിലേക്ക് താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്, ഒപ്പം തന്നെ മറ്റേതൊക്കെ ജില്ലകളിൽ കൂടുതൽ താപനിലയിലേക്ക് എത്തും എന്നതാണ് മുന്നറിയിപ്പ്? അനുജ, അക്ഷരാർത്ഥത്തിൽ ചുട്ടുപൊള്ളുകയാണ് സംസ്ഥാനം. എല്ലാ ജില്ലകളും, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ ജില്ലകൾ, ഒപ്പം മധ്യ കേരളത്തിലൊക്കെ ജില്ലകൾ ചുട്ടുപൊള്ളുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ആ തരത്തിൽ തന്നെയാണ് താപമാപിനികളിൽ രേഖപ്പെടുത്തുന്ന ചൂടിന്റെ ഓരോ ദിവസത്തെയും കണക്ക് തന്നെ. ഇപ്പോൾ, അതായത് നമ്മൾ ഈ നിൽക്കുന്ന സമയത്ത് പോലും പാലക്കാടും കൊല്ലത്തും തൃശ്ശൂരും ഒക്കെ അതിതീവ്രമായ ചൂടാണ് പലയിടത്തും രേഖപ്പെടുത്തുന്നത്. പാലക്കാട് ജില്ലയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിക്കുന്നു, ഉഷ്ണതരംഗം തുടരുന്നു എന്നുള്ളതാണ് പാലക്കാടിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൊല്ലത്തും തൃശൂരും ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്ത ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ ചൂട് 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. സമാനമായി കൊല്ലത്തും തൃശൂരും 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഈ അത്യുഷ്ണം എന്നുള്ളത് ഒരുപക്ഷെ പൊതുജനങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിൽ ആ ചൂട് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പകൽ സമയത്ത് പൊതു ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെയൊക്കെ കാര്യം വളരെ കഷ്ടമാണ്. അങ്ങേയറ്റം ജാഗ്രത അവർ പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഗർഭിണികൾ, അതുപോലെ മുതിർന്നവർ, രോഗമുള്ളവർ, കുട്ടികളൊക്കെ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, ഇതൊരു അതീവ ജാഗ്രത വേണ്ട സാഹചര്യമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. പൊതുജനങ്ങളും ഭരണേതര സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. ഈ സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ്. ആരോഗ്യവകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. ആ തരത്തിൽ പാലക്കാട് നിന്ന് ഇന്നൊരു ദാരുണമായ വാർത്ത റിപ്പോർട്ട് ചെയ്യുക പോലും ഉണ്ടായി. പാലക്കാട് ജില്ലയിൽ സൂര്യാഘാതമേറ്റ് മരിക്കുന്ന 3ാമത്തെ ആളാണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ മരിച്ച വയോധിക എന്നുള്ളതാണ് വ്യസനിപ്പിക്കുന്ന കാര്യം. സമാനമായി തന്നെ 9 ജില്ലകൾ കൂടി, അതായത് ഈ ജില്ലകൾക്ക് പുറമെ 9 ജില്ലകളിൽ കൂടി സംസ്ഥാനത്ത് താപനില ഉയർന്നു തന്നെ തുടരും മെയ് 2 വരെ എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പത്തനംതിട്ടയിലും കോട്ടയത്തും കോഴിക്കോടും കണ്ണൂരും ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന പ്രവചനമുണ്ട്. ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ വർധനവിനാണ് ഓരോ ജില്ലയിലും സാധ്യതയെന്ന് പറയുന്നു. ഇപ്പോൾ തന്നെ ഈ ജില്ലകളിൽ, അതായത് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കണമെങ്കിൽ പോലും ചില മാനദണ്ഡങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനുണ്ട്. അത് തുടർച്ചയായ ദിവസങ്ങളിൽ 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് രേഖപ്പെടുത്തുന്ന മേഖലയാകണം. അത് മാത്രമല്ല, തുടർച്ചയായ ദിവസങ്ങളിൽ സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂട് വന്നാലും അത്തരത്തിൽ ഉഷ്ണതരംഗ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ആ മുന്നറിയിപ്പ് നൽകാമെന്നുള്ളതാണ്. അങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. എന്നാണെങ്കിലും അതീവ ജാഗ്രത വേണ്ട ഒരു ഘട്ടമാണ് എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ ആരോഗ്യവകുപ്പും ഒക്കെ വ്യക്തമാക്കുന്നത്. ഇത് തീരത്തെയും ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത നിലനിൽക്കുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഏതാണ്ട് 1.5 മീറ്റർ വരെ ഉയരത്തിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. പൊതുജനങ്ങളും അതുപോലെ മത്സ്യത്തൊഴിലാളിയും ഒക്കെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തുക കൂടി ചെയ്തിട്ടുണ്ട് അനുജ. അതാണ്, ഇപ്പോൾ തന്നെ കൊടും ചൂടാണ് എല്ലായിടങ്ങളിലും. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ ചൂടിലേക്ക് വരികയും വെന്തുരുകുക എന്നുള്ളത് തന്നെയാണ്. രാവിലെ നേരം വെളുക്കുന്ന സമയം മുതൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മലയാളികൾ മാറാൻ പോകുന്നു എന്നതാണ്. പാലക്കാട് ജില്ലയിലെ മാത്രം ഒരു കണക്ക് പരിശോധിച്ചാൽ ശരാശരിയിൽ നിന്ന് 5.5 ഡിഗ്രിയായി ഉയർന്നിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ ചൂട് എന്നുള്ളത്. അതായത് ഈ ഉയർന്ന ചൂടിൽ മാറ്റം ഇല്ലാതായതും, ഒപ്പം വെള്ളിയാഴ്ച ശരാശരിയിൽ നിന്ന് 5.1 ഡിഗ്രിക്ക് മുകളിലേക്ക് ചൂട് കൂടി എന്ന് കണ്ടെത്തിയതുമാണ് പാലക്കാട്ടെ ഉഷ്ണതരംഗ പ്രഖ്യാപനത്തിന് കാരണമായത്. കഴിഞ്ഞ
6 ദിവസത്തെ ജില്ലയിലെ താപനില നമ്മളൊന്ന് പരിശോധിച്ചാൽ, അതായത് ഏപ്രിൽ 21 മുതൽ ഇന്നലെ വരെയുള്ള താപനില വളരെ വേഗം ഒന്ന് പരിശോധിച്ചാൽ 40.5 ഡിഗ്രി ആയിരുന്നു ഏപ്രിൽ 21 താപനില. ഏപ്രിൽ 22 ആകുമ്പോൾ അത് 40.1 ആകുന്നു. 23 ആകുമ്പോൾ 41.3 എന്ന തരത്തിലേക്ക് അത് വർദ്ധിക്കുന്നു. എന്നാൽ ഏപ്രിൽ 24 ആകുമ്പോൾ അത് കുറച്ച് കുറഞ്ഞ് 39.5 ആകുന്നു. 25-ാം തീയതി വീണ്ടും അത് 40-ന് മുകളിലേക്ക് 41.2 എന്ന കണക്കിലേക്ക്. 26-ാം തീയതി 41.4, 27-ാം തീയതി 41.8 ഡിഗ്രി സെൽഷ്യസ് എന്ന തരത്തിലേക്കാണ്. അതായത് ഇന്നലെ പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയത് റെക്കോർഡ് ചൂടാണ് എന്നുള്ളതാണ്. കേരള ചരിത്രത്തിൽ തന്നെ 2ാമത് റെക്കോർഡ് ചൂട്. മുൻപ് ഇതേ ചൂട് 1987 ഏപ്രിൽ 22-നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനേക്കാൾ കൂടിയ ചൂട് രേഖപ്പെടുത്തിയത് 2016 ഏപ്രിൽ 27-നാണ്. അത് 41.9 ആയിരുന്നു. ഇന്നലെ 41.8 ആയിരുന്നു എന്നുള്ളതാണ്. 2016-ലും 19-ലും ഉഷ്ണതരംഗം മുന്നറിയിപ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചത് ഇതിപ്പോഴാണ് എന്നുള്ളതാണ്. മുന്നറിയിപ്പുള്ള ഇടങ്ങളിൽ ഇപ്പോൾ പല ജില്ലകളിലും മുന്നറിയിപ്പുണ്ട് എന്ന് പറയുന്നു. അവിടെ 40 ഡിഗ്രിക്ക് മുകളിൽ അത് നിലനിന്ന് പോവുകയാണെങ്കിലാണ് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നത്. അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. നമുക്കൊപ്പം ഈ സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ശാസ്ത്ര നിരീക്ഷകൻ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് തത്സമയം ചേരുന്നുണ്ട്. ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, സ്വാഗതം. ഇപ്പോൾ നമ്മളൊരു വലിയ ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുകയാണ്. ചൂട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഞാനൊരു കണക്കൊക്കെ വായിച്ചത് 40 ഡിഗ്രിക്ക് മുകളിൽ തുടർച്ചയായി തന്നെ നിൽക്കുന്ന സാഹചര്യമാണ്. ഇതിനു മുൻപ് ഇതാദ്യമായെന്ന് പറയാൻ പറ്റില്ല, കാരണം 2016-ലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നും അതൊരു മുന്നറിയിപ്പിൽ അവസാനിക്കുന്നു. ഇക്കുറി അതൊരു ഉഷ്ണതരംഗ പ്രഖ്യാപനത്തിലേക്ക് തന്നെ പോകുന്നു. ഇതെന്തുകൊണ്ടാണ് ഈ തരത്തിലേക്ക് ചൂട് അനിയന്ത്രിതമായി മാറുന്നത്? നമുക്ക് രണ്ടാഴ്ചത്തേക്കെങ്കിലും നമുക്ക് ആശ്വസിക്കാൻ വകയില്ല എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം ഏകദേശം ഇതേ രീതിയിലോ അല്ലെങ്കിൽ അല്പം കൂടുതലോ ആയിട്ട് തുടരും എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം പല ജില്ലകളിലും ഇപ്പോൾ പാലക്കാട്, മലപ്പുറം, നിലമ്പൂർ, തൃശ്ശൂർ, കൊല്ലം, ഇത്തരം ഈ ജില്ലകളിലെല്ലാം താപനില 40 ഡിഗ്രിക്ക് മുകളിൽ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ വെതർ സ്റ്റേഷനുകളിൽ ഉള്ള രേഖപ്പെടുത്തലാണ് നമ്മളിപ്പോൾ പൊതുവെ അറിയുന്നത്. പക്ഷേ ഇതിന്റെ ആക്ച്വൽ താപനില എന്ന് പറഞ്ഞാൽ പാലക്കാട് 43 ഡിഗ്രി വരെ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ നിലമ്പൂർ 41, തൃശ്ശൂരിന് ഏകദേശം 40, തൃശ്ശൂരിന്റെ സബർബ്സിൽ ചിലയിടങ്ങളിൽ 40. അപ്പൊ അങ്ങനെ പോവുകയാണ്. ഇതിനകത്ത് ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ രാത്രിയിലെ താപനില കുറയുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ പാതിരാത്രി കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ താപനില എന്ന് പറയുന്നത് 29 ഡിഗ്രി സെൽഷ്യസ് ആണ് പലയിടങ്ങളിലും. പ്രത്യേകിച്ച് എറണാകുളത്തും മറ്റ് അഡ്ജോയിനിങ് ആയിട്ടുള്ള ജില്ലകളിലും എല്ലാം 29 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് വളരെയധികം കൂടുതലാണ്. അത് മാത്രവുമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലയിടങ്ങളിൽ ഈ താപനില അതേപടി തുടരുന്നു എന്നുള്ളതാണ്. പല പല മേഖലകളിൽ, അതായത് ഒറ്റപ്പെട്ട മേഖലകളിൽ താപനില വളരെയധികം വെതർ സ്റ്റേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ തന്നെ താപനില അതേപടി തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കേരളം മുഴുവൻ തന്നെ ഒരു ഹീറ്റ് ഐലൻഡായി മാറിയിരിക്കുകയാണ്. കാരണം ഒരു താപനില കൂടിയ ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ കുറഞ്ഞ താപനില എന്ന് പറയുന്നത് ഒരു 10-12 ഡിഗ്രി കുറയുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കാര്യം കാണുന്നില്ല. പാലക്കാട് രാത്രിയിലെ താപനില കുറയുന്നുണ്ട്. പക്ഷെ മറ്റിടങ്ങളിൽ, തീരദേശം പോലെയുള്ള ഇടങ്ങളിൽ താപനില കുറയുന്നില്ല. ആലപ്പുഴയിൽ കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. ആലപ്പുഴയിൽ ഏകദേശം ഇന്നലെ രാത്രി 33 ഡിഗ്രി ആയിരുന്നു പാതിരാത്രിക്ക് താപനില 12 മണിക്ക്. അപ്പൊ അത് എത്രത്തോളം കൃത്യമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും ഏകദേശം അതിന് അടുപ്പിച്ചുള്ള താപനില ഉണ്ടായി എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം. പാലക്കാടും ഇപ്പോൾ ആര്യങ്കാവിലും നമുക്ക് ഒരു പശ്ചിമഘട്ടത്തിലെ വിടവുണ്ട്. അതിൽ നിന്ന് തമിഴ്നാട്ടിലെ താപമേറിയ വായു വരുന്നു, അതുകൊണ്ടാണ് ചൂട് കൂടുന്നതെന്ന് നമുക്ക് പറയാം. പക്ഷെ മറ്റിടങ്ങളിലെ താപനില കൂടുന്നതോ അതിന് മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കണം. അതായത് അറബിക്കടലിന്റെ താപനില ഇന്നലെ രാത്രി 31 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. കൃത്യം 2 മണിക്ക് ഞാൻ നോക്കുമ്പോൾ അറബിക്കടലിന്റെ താപനില 31 ഡിഗ്രി. ഇന്ത്യ മഹാസമുദ്രത്തിന്റെ താപനില ഭൂമധ്യ പ്രദേശിന്റെ അടുത്ത് 34 ഡിഗ്രി വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയാവുന്നത് ഇപ്പോഴത്തെ സൂര്യന്റെ മാറ്റങ്ങളാണ്. സോളാർ മാക്സിമം എന്ന ഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. എല്ലാ 11 വർഷം കൂടുമ്പോഴും ഈ രീതിയിലുള്ള ഒരു ചാക്രികമായ മാറ്റം ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചു വരികയാണ്. ആ സമയത്ത് താപം കൂടുകയും മറ്റ് കാലാവസ്ഥയിലെ തീവ്രമായ പ്രതിഭാസങ്ങൾ നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. ഇപ്പൊ സോളാർ മിനിമം സമയത്താണ് നല്ല മഴ നമുക്ക് കിട്ടിയത്. ഇതേ ചൂട് തന്നെ ഇതിനു മുൻപ് 1987 ഏപ്രിൽ 22-ന് റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് ഇതുവരെ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്നതെന്ന തരത്തിൽ ഔദ്യോഗികമായി റെക്കോർഡ് ചെയ്യപ്പെട്ട് 2016 ഏപ്രിൽ 27-ന് രേഖപ്പെടുത്തിയതുമാണ്. പക്ഷേ ആ സമയത്ത് പോലും പ്രഖ്യാപിക്കാത്ത ഉഷ്ണതരംഗം ഇപ്പോൾ പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നതിന്റെ സാഹചര്യം എന്താണ്? ഈ കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെയുള്ളത് ഇതിനും ഒരു ഘടകമായി മാറുന്നുണ്ടോ ഡോക്ടർ കമ്മത്ത്? കാലാവസ്ഥാ വ്യതിയാനം ഒരു കാരണമാണ്. പക്ഷേ ഈ പ്രാദേശികമായിട്ടുള്ള കാരണങ്ങൾ, ഇപ്പൊ ഏറ്റവും കൂടുതൽ താപം ഇപ്പോൾ കർണാടകയുടെ ഉള്ളറകളിലൊക്കെ താപനില, അവിടെ ഉഷ്ണതരംഗം വരുന്നുണ്ട്. അവിടെ ഈ കെട്ടിടങ്ങളും അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എന്നിരിക്കലും ബാംഗ്ലൂരും മൈസൂരും പോലുള്ള സ്ഥലങ്ങളിൽ പോലും 39 ഡിഗ്രി രേഖപ്പെടുത്തുന്നുണ്ട്.
കേരളം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കഴിഞ്ഞ സോളാർ മാക്സിമത്തിനും ഈ മാക്സിമത്തിനും ഇടയ്ക്ക് ഇപ്പൊ 11 വർഷം കടന്നുപോയി. ഈ 11 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളതെന്നൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. പിന്നെ അനുഭവിക്കുന്ന ചൂട് എന്ന് പറയുന്നത് ഹീറ്റ് ഇൻഡെക്സ് കൂടുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ കോൺക്രീറ്റ് ധാരാളം വർദ്ധിക്കുന്നുണ്ട്, പലയിടങ്ങളിലും വർദ്ധിച്ചു, ടാർ റോഡുകൾ വർദ്ധിച്ചു. അപ്പൊ അന്തരീക്ഷത്തിന്റെ താപനിലയിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് കടലിൽ നിന്നുള്ള കാറ്റ് ഇങ്ങോട്ടില്ല. തീരദേശത്തെ കമാനങ്ങളിൽ നിന്നുള്ള സ്ട്രക്ചേഴ്സിൽ നിന്നുള്ള ചൂട് കടലിലേക്ക് ഒഴുകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ക്യുമുലേറ്റീവ് ആയിട്ട് കടലിന്റെയും താപനില വർദ്ധിക്കുന്നുണ്ട്. അത് മാത്രമല്ല സൂര്യന്റെ താപമുണ്ട്. പക്ഷെ കടലിന്റെ താപം കുറയുന്നില്ല. കാരണം അതിന്റെ ലേറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് കരയേക്കാൾ കൂടുതലാണ്. കരയിൽ നിന്നും രാത്രി ഇൻഫ്രാറെഡ് റേഡിയേഷൻ വഴി താപം മുകളിലേക്ക് വികിരണം ചെയ്തു പോകും. പക്ഷെ കടലിൽ നിന്നും അങ്ങനെ വളരെ കുറച്ച് മാത്രമേ വികിരണം ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വരുന്ന ഒരു കുഴപ്പം, കടലിനും കരയ്ക്കും ഒരേ താപനിലയാകുമ്പോൾ കടലിൽ നിന്നും കരയിലേക്കുള്ള കാറ്റിന്റെ ഒഴുക്ക് ഇല്ലാതാവും. വളരെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ താപം ഇവിടെ തങ്ങി നിൽക്കാൻ ഇടയാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ധാരാളം സ്ട്രക്ചേഴ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം ഞാൻ പറയാം. അതായത് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എയർ കണ്ടീഷനുകളുടെയും എയർ കണ്ടീഷൻഡ് വാഹനങ്ങളുടെയും ഏകദേശം 2-3 മടങ്ങ് വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ എയർ കണ്ടീഷൻ കാറുകളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ 16, 17, 18 ഡിഗ്രി സെൽഷ്യസിലാണ് യാത്ര ചെയ്യുന്നത് ഈ ചൂട് സമയത്ത്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 45 ഡിഗ്രി അനുഭവിക്കുന്ന താപനിലയിലേക്കാണ് ഇറങ്ങുന്നത്. അതായത് അതെ, ഇപ്പോൾ ഇത് ഈ ഡോക്ടർ ഇതിപ്പോ നമ്മൾ ഉടൻ തന്നെ എന്തായാലും ഒരു വേനൽ മഴയ്ക്കുള്ള സാധ്യതയൊന്നും ഇല്ല എന്ന് തന്നെയാണല്ലോ. ഏകദേശം എത്ര ദിവസം കൂടി നമ്മൾ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും? ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞ ഒരു 2 ആഴ്ചത്തേക്ക് ഏകദേശം ഇതേപോലെ നില തുടരും. 10 ദിവസത്തേക്ക് എന്തായാലും ഇതേ നില തുടരും. വളരെയധികം വർധനമൊന്നും നമുക്ക് ചിലപ്പോൾ 1 ഡിഗ്രിയോ വല്ലതും വർധനവേ ഇതിൽ നിന്നും ഉണ്ടാകത്തുള്ളൂ. ഏകദേശം ഇതേ രീതിയിൽ തന്നെ തുടരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. 2 ആഴ്ചത്തേക്ക് ഏതായാലും വലിയ മഴയൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം 62% മഴക്കുറവാണ് ഈ വേനൽക്കാലത്ത് നമ്മൾ രേഖപ്പെടുത്തുന്നത്. സാധാരണയിൽ നിന്നും 62% മഴക്കുറവ്. അതിങ്ങനെ 2 ആഴ്ചത്തേക്ക് തുടരും. പിന്നീട് ഒരു ഭീഷണി കൂടിയുണ്ട്. അതിനുശേഷം വരുന്ന മഴയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആർത്തലച്ച് പെയ്യുന്ന മഴയുണ്ടാകും. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. പെട്ടെന്ന് കാലാവസ്ഥ മാറിക്കഴിഞ്ഞാൽ വലിയ മഴ പെട്ടെന്ന് പെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഭീഷണി കൂടി നിലനിൽക്കുന്നുണ്ട്. ആഗോള വ്യാപകമായിട്ടുള്ള പസഫിക്കിലെ മാറ്റങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് ഏകദേശം വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോർമലോ അല്ലെങ്കിൽ അല്പം കൂടുതലോ ജസ്റ്റ് അബവ് നോർമൽ മൺസൂൺ ചിലപ്പോൾ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ചിലയിടങ്ങളിൽ കൂടുതൽ മഴ പെയ്യാനായിട്ടുള്ളത്. രണ്ടും എക്സ്ട്രീംസ് ആണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചൂടും എക്സ്ട്രീം ആയിരിക്കും, മഴയും എക്സ്ട്രീം ആയിട്ടിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് പ്രതീക്ഷിക്കണമെന്നുള്ളത്. ഇനി കൂടത്തേ ഉള്ളൂ. ഇത്തരം താപനില വർധനവ് ഇനിയും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അടുത്ത 3 വർഷത്തേക്കെങ്കിലും ഈ സോളാർ മാക്സിമം എന്ന് പറയുന്ന അവസ്ഥ നിൽക്കും. നമ്മൾ നല്ല മഴ പെയ്യുമ്പോൾ ഇതെല്ലാം മറന്നു പോകും. പക്ഷെ വീണ്ടും നമ്മൾ അടുത്ത ഒരു ഫെബ്രുവരി ആകുമ്പോൾ വീണ്ടും ഈ ചൂട് അനുഭവിച്ചു തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, ഈ വേനലിനെ കുറിച്ച് ഓർക്കുന്നത്. കാരണം ശക്തമായ മഴയാണ് നമുക്ക് കേരളത്തിൽ ലഭിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റരുത്. കാരണം നമ്മളിപ്പം പരമാവധി മാറ്റങ്ങൾ നമ്മുടെ ഭൂപ്രദേശത്തിന് വരുത്തി കഴിഞ്ഞു. ഇനിയിപ്പോ അനുഭവിക്കുക നിവൃത്തിയുള്ളൂ. പിന്നെ അതിന്റെ ആഘാതം കുറയ്ക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോ ഉണ്ടായിട്ടുള്ള ഈ ഉഷ്ണതരംഗം, ഈ ജീവഹാനി ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത്, ശരീരം തണുപ്പിച്ച് നിലനിർത്തുക എന്നുള്ളതാണ്. ഇപ്പോ പച്ചമാങ്ങ ജ്യൂസ്, അത് മാത്രമല്ല ചെറിയ ഉള്ളി തുടങ്ങിയവയൊക്കെ ശരീരത്തിനെ തണുപ്പിക്കുന്നവയാണ്. ഇത് ആന്തരികമായിട്ട് മനുഷ്യനെ തണുപ്പിക്കുക. അത് സൂര്യാഘാതം ഒഴിവാക്കാൻ നല്ലതാണ്. പുറത്ത് ജോലി ചെയ്യുന്നവര് വളരെ കുറഞ്ഞ ചെലവിൽ കിട്ടുന്ന പച്ചമാങ്ങ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ മാത്രമല്ല കുട ഉപയോഗിക്കാൻ ശീലിക്കണം. ആരും കുടയൊന്നും വലുതായിട്ടൊന്നും ഉപയോഗിക്കുന്നത് കാണുന്നില്ല. കുട ഉപയോഗിക്കണം. പറ്റുമെങ്കിൽ വാങ്ങാൻ കഴിയുമെങ്കിൽ ഒരു സൺഗ്ലാസ് വാങ്ങിക്കുന്നത് നല്ലതാണ്. അപ്പൊ അത് പുറത്ത് ഒരുപാട് UV ഇൻഡെക്സ് 14 കേരളത്തില്. അപ്പൊ അത് പ്രത്യേകിച്ച് ലൈറ്റ് സ്കിന്നുള്ളവര്, ഈ മെലനിൻ കുറവുള്ള ചർമ്മമുള്ളവര് സൂര്യാഘാതം ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. സൺബേൺ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. മറ്റുള്ളവർക്ക്, ഈ ബ്രൗൺ സ്കിന്നുള്ളവർക്ക് സൂര്യാതപം ഏൽക്കാൻ സാധ്യത, സൺബേൺ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പക്ഷെ ലൈറ്റ് സ്കിൻ ഉള്ളവർക്ക് കൂടുതലാണ്. പ്രത്യേകിച്ച് എയർ കണ്ടീഷൻ വാഹനങ്ങളിൽ. വളരെ നന്ദി ഡോക്ടർ രാജഗോപാൽ കമന്ത് ഇത്രയും കാര്യങ്ങൾ വിശദമാക്കി തന്നതിന്. അതായത് ഇനിയും വരും ദിവസങ്ങളിൽ 2 ആഴ്ച ഇതേ രീതിയിൽ തന്നെ പോകും എന്നുള്ളതാണ് ഡോക്ടർ രാജഗോപാൽ കമന്ത്, ശാസ്ത്ര നിരീക്ഷകൻ, നമ്മളോട് പറയുന്നത്. വരും ദിവസങ്ങളിലൊന്നും ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല. പക്ഷെ മഴ വരുമ്പോൾ ഒരുപക്ഷെ ഇത് ആർത്തലച്ച മഴ എന്ന തരത്തിലേക്കും പോകാനുണ്ട്. 2 എക്സ്ട്രീമുകളിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത് എന്നുള്ളതാണ്. ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ്. കൂടുതൽ ജാഗ്രത പുലർത്തുക എന്നതല്ലാതെ നമുക്ക് മറ്റൊന്നും ചെയ്യാനുമില്ല. വെൽക്കം ബാക്ക് ടു. ഇന്ന് സംഭവിച്ചത് കൊടും ചൂടിൽ വെന്തുരുകുകയാണ് കേരളം. പാലക്കാട് ഇതിനോടകം തന്നെ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിരിക്കുന്നു. തൃശ്ശൂരും കൊല്ലത്തും താപനില ഉയരും. ഒരുപക്ഷെ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. നിലവിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അഖിൽ ഷാ അൻസാർ കൊല്ലത്തെ വിവരങ്ങളുമായി. അഖിൽ ഷാ,
കൊല്ലത്ത് എങ്ങനെയാണ് ചൂട്? ഇപ്പോൾ മുന്നറിയിപ്പ് എന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെയും ഉഷ്ണതരംഗം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഏത് തരത്തിലേക്കാണ് താപനില എത്തിയിട്ടുള്ളത്? അനുജ, കൊല്ലത്തും ചൂട് 40 ഡിഗ്രിയായി ഉയരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഉഷ്ണതരംഗത്തിനുള്ള സാധ്യത വളരെയധികം കാണുന്നുണ്ടെന്നുള്ളൊരു കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ ജില്ലയിൽ കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. അസാധാരണമായ ചൂട് തന്നെയാണ് നഗരത്തിലും അതുപോലെ തന്നെ നഗരത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിലുമൊക്കെ അനുഭവപ്പെടുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യവും ഈ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ അറിയിക്കുന്നുണ്ട്. അതാണ്, കൊല്ലം ജില്ലയിൽ മുന്നറിയിപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. നിലവിൽ പാലക്കാട് ജില്ലയിലാണ് ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഏതെങ്കിലും ഒരു ജില്ലയിൽ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് മുന്നറിയിപ്പ് ഉണ്ടായിട്ടുണ്ട് 2016-ലും 2019-ലും, പക്ഷേ അന്നൊന്നും ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇക്കുറി അത് പ്രഖ്യാപിച്ചിരിക്കുന്നു. റെക്കോർഡ് താപനിലയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനായി നമ്മളൊരു ആരോഗ്യ വിദഗ്ധന്റെ കൂടി ഉപദേശം തേടുകയാണ്. ഡോക്ടർ NM അരുൺ നമുക്കതിൽ സഹായകരമായ വിവരങ്ങൾ പങ്കുവയ്ക്കും. ഡോക്ടർ അരുൺ, ഇപ്പോൾ ഈ സമയം നമ്മൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. കൊടും ചൂട് എന്നുള്ളത്, പക്ഷെ നമുക്ക് പുറത്തിറങ്ങാതിരിക്കാൻ കഴിയാത്ത പല സാഹചര്യങ്ങളും ഉണ്ടല്ലോ. എങ്ങനെയാണ് നമ്മൾ ഈ സമയത്തൊക്കെ ജാഗ്രത പാലിക്കേണ്ടത്? പ്രധാനമായിട്ടും ഈ വളരെയധികം ചൂടുള്ള സമയം, എനിക്ക് തോന്നുന്നൊരു 12 മുതൽ 4 വരെയാണ് ഏറ്റവും മാക്സിമം ചൂടുള്ള സമയം. അപ്പൊ ആ സമയങ്ങളിൽ കഴിയുന്നു പുറത്തിറങ്ങാതെ നോക്കുക. പുറത്തിറങ്ങുകയാണെങ്കിൽ കൊട ഉപയോഗിക്കുക, അല്ലെങ്കിൽ തൊപ്പി മാതിരിയുള്ള എന്തെങ്കിലും കാര്യം ഉപയോഗിക്കാം. അയഞ്ഞ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. ഏറ്റവും കുറവ് വസ്ത്രങ്ങളാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ കറുത്ത വസ്ത്രങ്ങളെക്കാട്ടിലും ലൈറ്റ് കളേർഡ് വസ്ത്രങ്ങളാണ് നല്ലത്. അതുപോലെ നിർജ്ജലീകരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ വെള്ളം കയ്യിൽ കരുതി വെക്കണം. ഒരുപക്ഷെ കുറച്ച് ഉപ്പുള്ള വെള്ളങ്ങളായിരിക്കും കുറച്ച് കൂടുതൽ നല്ലത്. മോരും വെള്ളം, നാരങ്ങ വെള്ളം മുതലായ സാധനങ്ങൾ. നമ്മുടെ ശരീരം വേർക്കുമ്പോൾ നഷ്ടപ്പെടുന്ന സോൾട്ടും വെള്ളവുമാണ്. അതുപോലെ ഭക്ഷണം കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണ് നല്ലത്. വളരെ ഹെവി ഫുഡല്ല. മരുന്നുകൾ കഴിക്കുന്നത്, പ്രത്യേകിച്ച് പ്രഷർ, പ്രമേഹമൊക്കെ ഉള്ള ആളുകള്, മറ്റു തരം മരുന്നുകൾ കഴിക്കുന്നവർക്ക് കുറച്ച് കൂടുതൽ ക്ഷീണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ കഴിയുന്നതും ഈ സമയങ്ങളിൽ, വളരെ കൊടും ചൂടുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ അനിയന്ത്രിതമായ പ്രമേഹം ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അപ്പൊ ഡയബറ്റീസ് ലെവലൊക്കെ നിങ്ങൾ നോർമലാക്കി വെക്കണം. അത്രയ്ക്കാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇതിൽ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്, അത് വെറും വെള്ളം എന്നുള്ളത് തന്നെയാണോ ഡോക്ടർ ഏറ്റവും നല്ലത്? മറ്റ് തരത്തിലുള്ള ഡ്രിങ്കൊക്കെ ഒഴിവാക്കണം, പ്രത്യേകിച്ച് കാപ്പി, ചായ പോലെയുള്ളതും അതുപോലെ കൊക്കക്കോള ഇങ്ങനെയൊക്കെയുള്ള ഡ്രിങ്കുകൾ, ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പച്ചവെള്ളം, തിളപ്പിച്ചാറിച്ച വെള്ളം, ഇത് തന്നെയാണോ ഏറ്റവും നല്ലത്? വെള്ളം തന്നെയാണ്. അതിന്റെ കൂടെ കുറച്ച് ഉപ്പുള്ള വെള്ളം കൂടി ആയിക്കോട്ടെ. നമ്മളൊരു 3 ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ 1 കുറച്ച് ഉപ്പുണ്ടായിക്കോട്ടെ. 2 ഗ്ലാസ് സാധാരണ വെള്ളവും ഒന്നിത്തിരി സോൾട്ടുള്ള വെള്ളമാണ് നല്ലത്. ബിക്കോസ് നമ്മുടെ സ്വെറ്റിൽ നഷ്ടപ്പെടുന്ന സോൾട്ട് ആണല്ലോ. അപ്പൊ സോൾട്ടിന്റെ കുറവും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രായമുള്ള ആളുകളിലാണ് ഈ ഹൈപ്പോനെട്രീമിയ, സോഡിയത്തിന്റെ കുറവൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലുണ്ട്. അങ്ങനെയുള്ളവർ അബോധാവസ്ഥയിൽ പോകാനും ഫിറ്റ്സ് വരാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് സോൾട്ടും വേണം, പക്ഷെ കൂടുതലും വെറും വെള്ളം തന്നെ. അതിന്റെ കൂടെ ഇടയ്ക്ക് കുറച്ച് ഉപ്പിട്ട വെള്ളം കൂടി കഴിക്കണം. ഇതിൽ ജ്യൂസ് കുടിക്കുന്നതൊക്കെ നല്ലതാണ് എന്നൊക്കെ നമ്മൾ ഇപ്പോൾ ചില വിദഗ്ധരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഏതായിരിക്കും ഏറ്റവും നല്ലത്? ഡോക്ടർ ഏതാ സജസ്റ്റ് ചെയ്യുക? അല്ല, ഇപ്പൊ പ്രമേഹം ധാരാളമായിട്ടുള്ളവർക്ക് ചിലപ്പോൾ ജ്യൂസ് നല്ലതായിരിക്കില്ല. ഡയബറ്റിസ് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ വാട്ടർമെലൺ, തണ്ണിമത്തനും അതുപോലെ ഓറഞ്ച് എല്ലാം നല്ലത് തന്നെയാണ്. അതിൽ ജ്യൂസ് കഴിക്കുന്നതുകൊണ്ട് ഗുണം തന്നെയാണ്. നമ്മൾ വെള്ളം കുറച്ച് കൂടുതൽ കുടിക്കും, അല്ലെങ്കിൽ വെറും വെള്ളം കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ജ്യൂസ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ജ്യൂസിൽ കുറച്ച് വൈറ്റമിൻസും ഇതെല്ലാം ഉള്ളത് കൊണ്ട് അതിന്റെ ബെനിഫിറ്റും ഉണ്ടാവും. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത് ജ്യൂസ് അല്ല, അതിലെ വാട്ടർ കണ്ടന്റ് തന്നെയാണ് ഇമ്പോർട്ടന്റ്. അല്ലാതെ അതിലുള്ള മധുരത്തിന്റെ കണ്ടന്റിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. വാട്ടർ കണ്ടന്റ് തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് ജ്യൂസ് വേണമെന്നില്ല, വെള്ളം കഴിച്ചാലും മതി. ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഡയബറ്റീസുകാർ കൂടുതൽ ജ്യൂസ് കഴിച്ചാൽ അവരുടെ ഷുഗർ വാല്യൂ കൂടുകയും അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ കൂടാനാണ് സാധ്യത. ഒരു കാര്യം കൂടി ഡോക്ടർ, ഇപ്പോൾ ഒരു മരണം, ഈ ഇന്നലെ ഉണ്ടായ ഒരു മരണം, അത് ഉഷ്ണതരംഗം ഉണ്ടായ പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെയാണ് വരുന്നതും. സൂര്യാതപമേറ്റു അല്ലെങ്കിൽ സൂര്യാഘാതമേറ്റു എന്നൊക്കെയുള്ള വാർത്ത നമ്മൾ ഇതിനു മുൻപും കേൾക്കാറുള്ളതാണ്. ഇപ്പോൾ ഇത് അങ്ങനെ ഉണ്ടോ എന്നൊക്കെയുള്ളത് ഒരു പക്ഷേ ജനങ്ങൾക്കത് മനസ്സിലാകാൻ അതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്? അല്ല, സാധാരണ നിലയിൽ നമ്മൾ ഒരു അസഹ്യമായ ക്ഷീണമാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ നമ്മൾ സ്വെറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ ഈ സൂര്യാഘാതം, ഈ സ്ട്രോക്ക് വരുമ്പോൾ, ഹീറ്റ് സ്ട്രോക്ക് വരുമ്പോൾ സ്വെറ്റിംഗ് ആ മെക്കാനിസം തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടും. നമ്മൾ സ്വെറ്റ് ചെയ്യുന്നത് ബോഡി തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ചൂട് ഒരുപാട് അധികം വരുമ്പോൾ
നമ്മുടെ ബോഡിയുടെ സ്വെറ്റിംഗ് മെക്കാനിസം തന്നെ ശരിയാവാതെ വർക്ക് ചെയ്യുന്ന വരും. അപ്പോൾ ബോഡി ടെമ്പറേച്ചർ വല്ലാതെ കൂടും. നമ്മൾ സാധാരണ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും നോർമൽ കീപ്പ് ചെയ്യുന്ന 37 ഡിഗ്രി ഇതിൽ വെക്കുന്നത് വല്ലാതെ കൂടും. ബോഡി ടെമ്പറേച്ചർ വല്ലാതെ കൂടുമ്പോൾ ഒരു ബ്രെയിനിന്റെ പ്രശ്നങ്ങൾ വരാൻ നമുക്കൊരു എന്താ പറയാ ഒരു കൺഫ്യൂഷൻ, ആളുകൾക്ക് ബുദ്ധിക്കൊരു സംഭ്രമം മാതിരി വരാം, തലചുറ്റൽ വരാം, അതുപോലെ തന്നെ തലവേദന സാധാരണ ഇതിന് കാണാറുണ്ട്. പിന്നെ അസഹ്യമായ ക്ഷീണം, ശരീരവേദന, അതുപോലെ പിന്നെ നമുക്ക് സ്കിന്നിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ചൂട് കൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങൾ, ഇതെല്ലാമാണ് നമുക്ക് പറയാൻ പറ്റുക. പ്രത്യേകിച്ച് പറയാവുന്നത് ഭയങ്കരമായ ക്ഷീണം, തലചുറ്റല്, മയക്കം വരിക, ഇതൊക്കെയാണ്. വളരെ നന്ദി ഡോക്ടർ എൻ എം അരുൺ ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന്. ഇപ്പോൾ ഡോക്ടർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉച്ചയ്ക്ക് 12 മുതൽ 4 വരെയാണ് ഏറ്റവും കടുത്ത ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയുള്ളത്. അപകടമുണ്ടാകാനുള്ള സാധ്യതയും ആ സമയത്താണ്. കഴിയുന്നതും അത്ര അത്യാവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് പുറത്തിറങ്ങാതിരിക്കുക, വെള്ളം ധാരാളം കുടിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ് ഏറ്റവും നല്ലത്. അതിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. കൂടാതെ കോട്ടൺ വസ്ത്രങ്ങൾ, അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, സൺഗ്ലാസ് ഉപയോഗിക്കാം, സൺ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാം. അത്തരത്തിലേക്ക് ജ്യൂസ് കുടിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് നല്ലതല്ല. അതല്ല എന്നുണ്ടെങ്കിൽ തണ്ണിമത്തൻ ജ്യൂസ് പോലെയൊക്കെയുള്ളത് നല്ലതാണ്. ഈ തരത്തിലേക്ക് ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. വരുന്ന 2 ആഴ്ച ഇതേ തരത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകാനാണ് സാധ്യത എന്നതാണ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. പ്രസവത്തെ തുടർന്ന് സ്ത്രീ മരിച്ചുവെന്ന് ആരോപണം. അമ്പലപ്പുഴ സ്വദേശി ഷിബിനെയാണ് മരിച്ചത്. ചികിത്സാ പിഴവ് ആരോപിച്ച് മെഡിക്കൽ കോളേജിൽ സംഘർഷമുണ്ടായി. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഷിബിനയുടെ ഭർത്താവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇന്നലെ വരെ അവർ രാത്രി ഈ കിടക്കുന്ന കുഞ്ഞിന് കഞ്ഞി ഞങ്ങളെ കൊണ്ട് മേടിപ്പിച്ച് കഞ്ഞി കൊടുത്തു. എവിടെ കൊടുത്തു കഞ്ഞി? അപ്പോൾ വാർഡിലോട്ട് മാറ്റി 4 ദിവസം, അതിന് മുമ്പ് വെന്റിലേറ്ററിലായിരുന്നു. വാർഡിലോട്ട് മാറ്റി 4 ദിവസം കഴിഞ്ഞ് ഇന്നലെ അവർക്ക് സുഖമില്ലാതെ മെനങ്ങാന്ന് വെന്റിലേറ്റർ മാറ്റിയത്. എന്നിട്ട് ഇന്നലെ രാത്രി ഇവർ കഞ്ഞി മേടിച്ച് കൊടുത്തു. എന്തിനു കൊടുത്തു? ഈ വെന്റിലേറ്റർ കിടക്കുക കഞ്ഞി മേടിച്ച് എന്തിനു കൊടുത്തത്? പിഴവാണ്, ഉറപ്പായിട്ടും പിഴവാണ്. കാര്യം ഇൻഫെക്ഷൻ ആയിട്ട് അവർ ശ്രദ്ധിച്ചിട്ടില്ല. കുട്ടിക്ക് ഇൻഫെക്ഷൻ ആയിട്ട് അവർ ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ പ്രസവത്തിന് വേദന വരുന്നവർക്ക് മരുന്ന് വയ്ക്കുന്നത് അവരെ തോന്നിവാസത്തിനാണ്. ഒരു ഗ്ലൗസ് ഇട്ട് തന്നെയാണ് മറ്റുള്ളവർക്കും വയ്ക്കുന്നതാണ് ഇവിടെ കേൾക്കുന്നത്. ഒരു ഗ്ലൗസ് കൊണ്ട് തന്നെ 2 പേർക്കും 3 പേർക്കും വയ്ക്കുന്നത് ഒരേ സിസ്റ്റർമാർ ഗ്ലൗസ് മാറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ വേദനയ്ക്ക് ഗുളി വയ്ക്കുന്നത് ഒരേ ഗ്ലൗസ് ഇട്ട് തന്നെയാണ്. അത് ഇവിടെ ഉള്ള സിസ്റ്റർമാർ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നും ആഭ്യന്തര അന്വേഷണം നടത്തുമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൽ സലാം പറഞ്ഞു. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണ് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകുന്നത്? അവരത് കൃത്യമായ തെളിവുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണോ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്? ഇതിന് ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്താണ്? അനൂജ, കുടുംബം നിലവിൽ ആരോപിക്കുന്നതായി കൃത്യമായ ചികിത്സാ പിഴവ് സംഭവിച്ചതുകൊണ്ടാണ് ഈ സ്ത്രീയോ മരിക്കാനുള്ള കാരണമെന്നാണ്. വേണ്ട രീതിയിലുള്ള ചികിത്സ കിട്ടിയില്ല. അണുബാധ ഉണ്ടായ ഘട്ടത്തിൽ ഉൾപ്പെടെ കാര്യമായ പരിഗണന ഉണ്ടായില്ല. മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയില്ല. ഉപയോഗിച്ച ഗ്ലൗസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. അത്തരത്തിൽ ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. പക്ഷേ മെഡിക്കൽ കോളേജ് അധികൃതർ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇതെല്ലാം തന്നെ നിഷേധിക്കുന്നുണ്ട്. അദ്ദേഹം നമ്മോട് തന്നെ വ്യക്തമാക്കിയൊരു കാര്യം, വലിയ തോതിൽ അണുബാധ ഈ സ്ത്രീ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടിരുന്നു. പ്രസവത്തിന് ശേഷം ഈ അണുബാധ അവയവങ്ങളെ ബാധിച്ചു. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഹൃദയാഘാതമുണ്ടായി. ഏറ്റവും ഒടുവിലുണ്ടായ ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചത്. ആ ഘട്ടത്തിൽ രക്ഷിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. മെഡിക്കൽ കോളേജ് ഈ വിഷയത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്തും, ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുമെന്നും കുറച്ചു മുൻപാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കിയത്. എന്തായാലും നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി തന്നെ ഇടപെട്ടിട്ടുണ്ട്. വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ, ഈ പരാതിയിൽ, കുടുംബത്തിന്റെ പരാതിയിൽ നടത്താനാണ് നിർദ്ദേശം. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തും. എന്തായാലും ആരോഗ്യവകുപ്പിന്റെ അന്വേഷണത്തിൽ ഇതിൽ കൂടുതൽ വ്യക്തത വരും. എന്തായാലും ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ ഇനി നടക്കാനുണ്ട്. അതിൽ മരണകാരണം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വരും. അനൂജ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചത്. ഇതിൽ ആശുപത്രി അധികൃതരുടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ചികിത്സാ പിഴവ് എന്നത് ബന്ധുക്കൾ ആരോപിക്കുമ്പോൾ അവർ മുഖ്യമന്ത്രിക്ക് പരാതി കൂടി നൽകുന്നു. ആരോഗ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഭ്യന്തര അന്വേഷണത്തിലൂടെ വിവരങ്ങൾ വ്യക്തമാകുമെന്നുള്ളതാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം. ഇത് ഹൃദയാഘാതത്തെ തുടർന്നാണ് സംഭവിച്ചത് എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. തിരികെ ഇന്ന് സംഭവിച്ചത് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലെ അതിനെപ്പറ്റി എനിക്കറിയാം, ഞാൻ പഠിച്ചിട്ടില്ല. കേരളത്തില് ബിജെപിക്ക് 5-ലധികം സീറ്റ് കിട്ടുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതൊക്കെ അവരുടെ ആഗ്രഹമാണ്. ആഗ്രഹമാകല്ല, എല്ലാവരും കണക്ക് കൂട്ടിയാൽ 2020 മേടിക്കുന്നവരെന്ന് പറഞ്ഞിട്ടില്ലേ പലരും. അങ്ങനെ രാഷ്ട്രീയക്കാരെ വെട്ടിപ്പൊട്ടിക്കുന്നവരെ അവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
വെട്ടിപ്പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആഗ്രഹങ്ങളെല്ലാം നിരാശയായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള ന്യായങ്ങൾ അല്ലെങ്കിൽ കിട്ടാതിരുന്ന ന്യായങ്ങളെല്ലാം ഓരോരുത്തരും വിശദീകരിച്ചു വരും. തിരുവനന്തപുരം ആറ്റിങ്ങലൊക്കെ ഉണ്ട്. തിരുവനന്തപുരം ആറ്റിങ്ങലും ആ കണക്കിലുണ്ട്. എങ്ങനെയുണ്ട്? തിരുവനന്തപുരം ആറ്റിങ്ങലുമാണ് എനിക്കറിയാം. ഏതായാലും തിരുവനന്തപുരത്തെ പറ്റി പറയുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയും നല്ല ടൈറ്റ് നിൽക്കുന്ന മുമ്പിലെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നപ്പോൾ ചിലർ പറഞ്ഞ് അദ്ദേഹം ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. പിന്നെ കോസ്റ്റലേറിയയിൽ ചില വോട്ടുകൾ കിട്ടിയോ എന്ന് സംശയമുണ്ട്. ആ വോട്ട് ഇവിടെ കിട്ടുമെന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ BJPയുടെ ചന്ദ്രശേഖർ ജയിക്കും എന്നുള്ള ഉറപ്പായിട്ട് പറയുന്നു. അതല്ലെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് താഴെയായിപ്പോകുന്നു. ആര് ജയിച്ചാലും ചെറിയൊരു മാർജിനിൽ ജയിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എനിക്കറിയില്ല. കോട്ടയത്താണ്. വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് കടുത്ത മത്സരമാണ്. ആര് ജയിച്ചാലും അത് തീരെ ചെറിയൊരു മാർജിനിലായിരിക്കും. തീരദേശ മേഖലയിലെ വോട്ടുകൾ നിർണായകമാകുമെന്ന് പറയുന്നു. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി വിജയിക്കുമോ എന്നുള്ളത് തനിക്കറിയില്ല എന്നാണ്. നേരത്തെ ആലപ്പുഴയിലും അദ്ദേഹം പോളിംഗ് നടന്ന ദിവസം ജയിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള പ്രതികരണം അന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ഏതായാലും ഇത്തവണയും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് നേടും. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കൂടുതൽ വോട്ട് പിടിക്കും. പക്ഷേ കൂടുതൽ വോട്ട് പിടിക്കുന്നതിന് ഗുണം AM ആരിഫിനായിരിക്കുമെന്ന് കൂടി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.